ധാരാവിയിൽ ശരിക്കും ഒഴിപ്പിച്ചെടുക്കുന്നത് 600 ഏക്കർ സ്ഥലമാണ്. ശേഷം ഇവിടെയുള്ളവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് 296 ഏക്കറിൽ മാത്രവുമാണ്. ശേഷിക്കുന്ന പകുതിയിലേറെ സ്ഥലം വലിയ ഹൗസിംഗ് പദ്ധതിയായി മാറുകയാണ്. 25 വർഷം മുൻപ് മുതൽ അഥവാ 2000 ആണ്ട് ജനുവരി 1 മുൻപ് താമസിച്ചിരുന്നവർക്ക് മാത്രമാണ് ധാരാവിയിൽ പുതിയ വീടുകൾ കിട്ടുക. ശേഷിക്കുന്നവരിൽ 2000-നും 2011-നും ഇടയിൽ വന്ന് താമസിക്കുന്നവർക്ക് ദിയോനാറിൽ വീടുകൾ പണിത് വാടകയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അവർക്ക് വീടുകൾക്ക് അവകാശമുണ്ടാകില്ല. ഇങ്ങനെ അയോഗ്യരാക്കപ്പെടുന്നവരിൽ പകുതിയിലേറെ ആളുകളും 3-4 പതിറ്റാണ്ടായി ധാരാവിൽ താമസിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇവർ നൽകിയ രേഖകൾ അധികൃതർ തള്ളിയെന്നാണ് പരാതി. അയോഗ്യർ എന്ന ലേബൽ കുത്തിയ 100 കണക്കിന് കുടുംബങ്ങൾ പരാതിയുമായി നടക്കുകയാണെങ്കിലും ആരും അത് ചെവിക്കൊള്ളുന്നില്ല. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തനം അവസാനിപ്പിച്ച മാലിന്യ കേന്ദ്രങ്ങളിൽ പോലും 100 മീറ്ററിനുള്ളിൽ വീട് പണിയാൻ അനുവാദമില്ല. മാലിന്യം തള്ളൽ അവസാനിപ്പിച്ച കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധി പോലും നോ ഡെവലപ്മെന്റ് സോണാണ്. ദിയോനാറിൽ മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ തന്നെയാണ് വീടുകൾ പണിതു നൽകാൻ പോകുന്നത്.